ടാറ്റു ചെയ്തായിരുന്നത് ഇവിടെ എന്താ ടാറ്റു ചെയ്തായിരുന്നു എന്താ സ്വീറ്റി ആ അപ്പൊ അവളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ എന്നോട് കൂടെ ടാറ്റു ചെയ്യാൻ പറഞ്ഞു അവളുടെ പേര്. പിന്നെ ഇപ്പൊ എന്തിനാ വായിക്കണതിന്? ഇപ്പൊ അവള് വേറൊരുത്തന്റെ കൂടെ പോയി. ആ അപ്പൊ ഇത് ഇവിടെ കിടന്നിട്ട് വേറൊന്നും സെറ്റ് ആകണമില്ല. ഞാനിതും ചോന്നുകൊണ്ട് നടക്കണല്ലോ. എന്താ തൊഴില്? ഒന്നും ആയിട്ടില്ല, നോക്കണം. ഏ തൊഴിൽ വീതിയൊക്കെ മേടിച്ച അപേക്ഷയൊക്കെ ഇവിടെ ഉണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ എന്റെ ഇവിടെ അടയ്ക്കാൻ പൈസ ഉണ്ട് നിങ്ങളുടെ കയ്യില്? ഇത്രയും പൈസ ബുദ്ധിമുട്ടാണ് സാറ്. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇപ്പോ നിങ്ങൾ പ്രേമിച്ച പെൺകുട്ടി പോയി എന്നല്ലേ പറഞ്ഞു വേറെ ആളുടെ കൂടെ? പോയോളൂ. അവളെ ഒന്നുകൂടെ പോയി കണ്ടിട്ട് തിരിച്ചു വിളിക്കാൻ പറ്റുമോ നോക്കുക. അവൻ വെറും കച്ചറയാണ് സാറേ, അവൻ എന്നെ തല്ലും. എന്നാ പിന്നെ വേറൊരു വഴിയുണ്ട്. സ്വീറ്റി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പോയിട്ട് കല്യാണം കഴിക്കാം. അത് നടക്കൂല സാറേ. ഞാൻ ഇവളെ കൂടി ഫേസ്ബുക്കിലോ അവിടെ ഇവിടെയൊക്കെ ലോകം മുഴുവൻ അറിയാം ഇവളെ കൂടി തൂങ്ങി നടന്നത്. ഈ ആരും അങ്ങനെ അടുക്കൂല എന്റെ അടുത്ത്. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയെ സ്വീറ്റിന്ന് വിളിച്ചാ പോരെ? എനിക്ക് വൃത്തികെട്ടവളുടെ പേരെന്റെ കവളത്തുനിന്ന് കളയണം സാറേ, അതാണ് എന്റെ പ്രധാനം. എന്തെങ്കിലും ഒന്ന് കളയും. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, താടി വളർത്തിക്കോ, എന്നാലും അറിയില്ല. അത് വരണ്ടേ? 3 മാസം നോക്കിയാലും സെക്കൻഡ് ഷോനെ ആളിരിക്കണ പോലെ 3-4 അവിടെ ഇവിടെയൊക്കെ വരും. താടി വന്നില്ല.